ഇന്നലെയാണ് ഈ സംഭവം നടന്നത്. വിശാഖപട്ടണം ഗംഗാവരം ബീച്ചിൽ കുറച്ചു കൂട്ടുകാർ എല്ലാവരും ചേർന്ന് ഫ്രണ്ട്ഷിപ്പ് ഡേ ആഘോഷിക്കാനായി ഗംഗാവരം ബീച്ചിലേക്ക് പോയി. അവിടെ ചെന്ന ശേഷം ബീച്ചിലെ പാറക്കെട്ടുകൾക്ക് മുകളിൽ കയറി ഫോട്ടോകളും സെൽഫികളും ഒക്കെ എടുത്ത് സന്തോഷത്തോടെ സമയം ചിലവഴിച്ചു. അതിനുശേഷം പെട്ടെന്നാണ് ഒരു വലിയ തിരമാല വന്ന് അവരുടെ മേലേക്ക് പതിച്ചത്. തിരമാല അടിച്ചതും അതിൽ നീതു എന്ന പെൺകുട്ടിയുടെ കാൽ വഴുതി ആ തിരമാലയിലേക്ക് ഒലിച്ചുപോയി. ഇത് കണ്ട ദാമോദർ എന്ന വ്യക്തി നീതുവിന്റെ നിലവിളി കേട്ട് ഒട്ടും ആലോചിക്കാതെ ഉടൻ തന്നെ വെള്ളത്തിലേക്ക് ചാടി. എന്നാൽ അവിടെ തിരമാലകൾ ശക്തമായതുകൊണ്ട് രണ്ടുപേരെയും കടൽ ഉള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോയി. ഇപ്പോൾ രണ്ടുപേരെയും കാണാതായിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. കുറെ നാളുകൾക്ക് ശേഷം ഫ്രണ്ട്ഷിപ്പ് ഡേ ആഘോഷിച്ച് സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങാം എന്ന് കരുതിയതാണ് അവർ. വിധി എങ്ങനെയായിരിക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ലല്ലോ. നമ്മൾ ഏത് ബീച്ചിൽ പോയാലും ആ പാറക്കെട്ടുകളിൽ കയറി സെൽഫികളും വീഡിയോകളും എടുക്കാറുണ്ട്. എന്നാൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കടൽ വളരെ അപകടകാരിയാണ്. പെട്ടെന്നൊരു വലിയ തിരമാല വന്നാൽ നമ്മളെയും കൊണ്ടത് പോകും. 10, +2, ബിടെക് പരീക്ഷകളൊക്കെ കഴിഞ്ഞ് സന്തോഷത്തോടെ വന്ന എത്രയോ വിദ്യാർത്ഥികൾക്ക് ഇതുപോലെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എവിടെ പോയാലും സ്വന്തം സുരക്ഷ നോക്കുന്നത് വളരെ പ്രധാനമാണ്. ഇതിൽ ദാമോദർ എന്ന വ്യക്തിയുടെ വിവാഹം പോലും നിശ്ചയിച്ചിരുന്നതാണ്. ദൈവം വിധി എങ്ങനെ എഴുതിയെന്ന് ആർക്കും അറിയില്ലല്ലോ. ബീച്ചുകളിലെ പാറക്കെട്ടുകൾ ഈർപ്പമുള്ളതായതുകൊണ്ട് ചെറിയൊരു തിരമാല അടിച്ചാൽ പോലും കാൽ വഴുതി വീഴാൻ സാധ്യതയുണ്ട്. അത് ജീവന് തന്നെ അപകടമാണ്. ഇതുപോലൊരു സംഭവം ഇനി ഒരിടത്തും ആവർത്തിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക.